കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 23-ാമത് വാക്യം. അവൻ ചെന്നു ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടുകൂടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ 11-ാം അധ്യായത്തിൻ്റെ സ്തോത്രം ഈ ഭാഗം നമ്മൾ വായിക്കുന്ന സമയത്ത് 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്നാൽ അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അവിടെ ഒരു ചിന്ത നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോട് വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്തോക്യ എന്നീ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു. അടുത്ത് പറയുന്ന വാക്ക് ശ്രദ്ധിക്കാം. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോട് കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോട് കൂടെയിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അന്ത്യോക്യയിൽ നടന്ന ഒരു ദൈവപ്രവൃത്തിയാണ് നമ്മളിവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടവന്നത്. സ്തെഫാനോസിൻ്റെ ഉപദ്രവ ഹേതുവായിട്ട് പലരും ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയവരുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ അന്ത്യോക്യയിലും പോയി. അവിടെ വെച്ചാൽ നമുക്കറിയാം, ക്രിസ്ത്യാനികൾ എന്നുള്ളൊരു പേര് അവർ പരിഹസിച്ച് കളിയാക്കി വിളിച്ചതാണ്. ആ പേര് പോലും ലഭ്യമാകുന്നത് അന്ത്യോക്യയിൽ വെച്ചാണ്. പക്ഷേ അന്ത്യോക്യയിൽ നടന്നൊരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടവന്നു. സ്തോത്രം. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അവിടേക്ക് ഒരാളിനെ പറഞ്ഞു വിടുകയാണ്. പ്രൈസ്. ആരാണ്? നമ്മുടെ ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് പറഞ്ഞു വിട്ടു. അതിന് കാരണം ബർന്നബാസിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവരും ആയിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടത്. എല്ലാവരും എല്ലാ കാര്യത്തിലും നമുക്ക് അപ്പോയിൻ്റ് ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ഒരു ചിലരെങ്കിലും പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ എന്തുകൊണ്ട് അവിടേക്ക് വിട്ടില്ല, അല്ലെങ്കിൽ എന്നെ എന്തുകൊണ്ട് അയച്ചില്ല, ആ കാര്യം എന്നെ വെച്ച് ചെയ്താൽ പോരായിരുന്നു എന്ന് പറയുന്ന അനേകരുണ്ട്, അല്ലേ? എന്നാൽ ശ്രദ്ധിക്കണമേ, ഓരോ വിഷയത്തിൻ്റെ പുറകിലും അല്ലെങ്കിൽ ഓരോ വിഷയത്തിനു വേണ്ടി ദൈവം നിയോഗിക്കുന്ന ആൾക്കാർ, സ്തോത്രം, ദൈവത്തിൻ്റെ വേല, ദൈവത്തിൻ്റെ പ്രവർത്തികൾ, അല്ലെ ദൈവത്തിൻ്റെ സഭ, അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത് ദൈവനിയോഗിതരായവരാണ്. സ്തോത്രം. അല്ലാത്തവരത് ചെയ്തു കഴിഞ്ഞാൽ സമ്പൂർണ്ണ പരാജയമായിട്ട് അത് മാറുവാൻ തക്കവണ്ണം ഇടയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞ് ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ അത് സുവിശേഷകന്മാരായും ഉപദേഷ്ടാക്കന്മാരായിട്ടും ഇടയന്മാരായിട്ടൊക്കെ ദൈവം ഓരോ ഓരോ ശുശ്രൂഷകളെ ദൈവം വെച്ചതിൻ്റെ പുറകിൽ അതതിൻ്റെ പ്രവർത്തിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവർ ഉണ്ട്. ഈ ഒരാളിന് 5 ശുശ്രൂഷകളും ചെയ്യാൻ കഴിയുന്നവരുണ്ട്, എന്നാൽ അതില്ലാത്തവരുമുണ്ട്. ചില സുവിശേഷകന്മാർക്ക് ഒരിക്കലും പ്രവചന ശുശ്രൂഷയോ ഇടയ ശുശ്രൂഷയോ അപ്പോസ്തലിക ശുശ്രൂഷയോ ചെയ്യാൻ കഴിയണമെന്നില്ല. എന്നാൽ സ്തോത്രം, ചില ഇടയന്മാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന വ്യക്തികളുമുണ്ട്. എന്നാൽ ദൈവനിയോഗം അതിൻ്റെ പുറകിൽ ആവശ്യമാണെന്നുള്ളത് സത്യമാണ്. അപ്പോൾ അന്ത്യോക്യയിലേക്ക് ബർന്നബാസിനെ പറഞ്ഞു വിടുകയും ആ നിയോഗം അവൻ ചെയ്തു. അവിടെ ചെന്നപ്പോൾ അത് അവരുടെ പ്രവൃത്തി കണ്ടില്ലെങ്കിൽ അവിടെ വെളിപ്പെട്ട ദൈവകൃപ കണ്ട് ബർന്നബാസ് സന്തോഷിപ്പാൻ തക്കവണ്ണം ഇടവൻ. എന്താണ് കാരണമെന്നറിയാമോ? അവർ ഹൃദയനിർണയത്തോടുകൂടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഇടവന്നു എന്നുള്ളതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു നിർണയം ആവശ്യമാണ്, അല്ലേ? റോമാലേഖനം 8-ാം അധ്യായം ഇതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലരും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ശുശ്രൂഷകളുടെ പുറകിൽ, നമ്മുടെ വിളിയുടെ പുറകിൽ, നമ്മൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ പുറകിൽ, നമ്മൾ സ്നാനപ്പെട്ടതിൻ്റെ പുറകിൽ, നമ്മൾ ശുശ്രൂഷയ്ക്ക് വന്നതിൻ്റെ പുറകിൽ എന്നുണ്ട് ഒരു ദൈവനിർണയം ഉണ്ട്. പഴയ നിയമത്തിലൊരു ഭാഗമാണ് യാക്കോബും ഏശാവിൻ്റെയും കാര്യം. നമുക്കറിയാം. സ്തോത്രം. റോമാലേഖനം 9:11 നമ്മൾ വരുന്ന സമയത്ത് അവർ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിവ് വരുന്നതിന് മുൻപേ
ദൈവത്തിൻ്റെ നിർണയം വെളിപ്പെട്ടു. എന്താ നിർണയമായിരുന്നു? യാക്കോബ് സ്തോത്രം ഏശാവ് യാക്കോബ് സ്തോത്രം ഏശാവിനേക്കാൾ അനുഗ്രഹിക്കപ്പെടുമെന്നൊരു നിർണയം അത് ദൈവത്തിനുണ്ടായിരുന്നു. സ്തോത്രം പലരും ഉപായിയെന്നും പറ്റിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴും അതൊരു ദൈവനിർണയമായിരുന്നു. അത് സ്തോത്രം. കാര്യം ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശി യാക്കോബിലേക്ക് വന്നു ചേരുക, അല്ലെങ്കിൽ അപ്പൻ്റെ അനുഗ്രഹം യാക്കോബിലേക്ക് വന്നു ചേരുക എന്നുള്ളത് ദൈവനിർണയമായിരുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് മാനുഷിക ചിന്തകളെയോ മാനുഷിക പ്രവർത്തികളെയോ നമ്മൾ പറയേണ്ടിയ ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടങ്ങളൊന്നും ദൈവവേലയുടെ മുഖത്ത് നടക്കാറില്ല. ദൈവപ്രവർത്തികളെപ്പോഴും ദൈവനിർണയത്തിന് അനുസരിച്ചായിരിക്കും. ആ ദൈവനിർണയം നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ അത് നമ്മുടെ ജീവിതത്തിനകത്തൊരു വലിയ അനുഗ്രഹമായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടവരും. ദൈവനിർണയ പ്രകാരം ജീവിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുർക്കരങ്ങൾ തരികയാണ്. അവിടെ ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണം. ദൈവനിർണയ പ്രകാരം അങ്ങയുടെ പ്രവർത്തികൾ ചെയ്യുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാൽ സമസ്തവും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.